സജി ചെറിയാൻ തെറ്റായ പരാമർശം പിൻവലിക്കണമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. എന്തിനാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ? മലപ്പുറത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഏറെ പണിയുണ്ടാക്കരുത് എന്നും അബ്ദുൽ വഹാബ്. TK ഹംസയെ വിജയിപ്പിച്ചത് മലപ്പുറത്തെ ജനങ്ങളാണ് എന്നും അബ്ദുൽ വഹാബ് പറഞ്ഞു. ചില പരാമർശങ്ങൾ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അത് നേതാക്കൾ അത്തരം പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണം. വളരെ പക്വതയോടുകൂടിയാവണം. പിന്നീട് തിരുത്തപ്പെടുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ജില്ലകളിലെ ജയിച്ചു വരുന്നവരുടെ പേരുകൾ ഒന്നിൻ്റെയും അടയാളങ്ങളോ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളൊന്നുമല്ല. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ പ്രസ്താവന നമുക്ക് അതിനോട് യോജിപ്പില്ല. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, INLന്റെ വിമർശനം എങ്ങനെ കാണും CPM? മധു, ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ LDFുമായി ചേർന്ന് നിൽക്കുന്ന കക്ഷികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നത്. തീർത്തും LDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുണ്ടാകുന്ന ഒരു യാതൊരു തരത്തിലുള്ള പ്രയോഗങ്ങളും ഈ രീതിയിലുള്ള പ്രസ്താവനകളും ഉണ്ടാവരുത് തന്നെയാണ് ഈ സംസ്ഥാന നേതൃയോഗത്തിൽ വെച്ച് നാഷണൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഈ രീതിയിൽ പലപ്പോഴായി സംഘപരിവാരത്തിൻ്റെ രീതിയിലേക്ക് വരും തരം താഴുന്ന രീതിയിലേക്ക് നേതാക്കൾ ഈ രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന സമയത്ത് മലപ്പുറത്തെയും കാസർഗോഡിലെയും അടക്കം ഇടതുമുന്നണി പ്രവർത്തകർ ഇതിനെയെല്ലാം തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ട രീതിയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് ലീഗിൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് TK ഹംസയെ അടക്കം ജയിച്ചു കയറിയ സാഹചര്യങ്ങളെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ അബ്ദുൽ വഹാബിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും LDFിന് ഇനി വരുന്ന നേതൃയോഗങ്ങളിലൊക്കെ തന്നെ ചർച്ചയാവുന്ന രീതിയിലേക്ക് വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി ഈ രീതിയിൽ സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധു.